പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. ഇന്ന് അത്ഭുതകരമായ സത്യങ്ങളുടെ നുറുങ്ങു ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും കൊണ്ടുവരികയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് ഏദൻ തോട്ടത്തിൽ ദൈവം നട്ടുവളർത്തിയിരുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും സംബന്ധിച്ചുള്ളതാണ്. നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം ഏദനിലെ ഒരു ഒറ്റമൂലിയായിരുന്നു എന്ന് ഒറ്റവാക്കിൽ ഞാൻ പറയുകയാണ്. ഈ രണ്ട് വൃക്ഷവും അവിടെ നിൽക്കട്ടെ, എന്നാൽ ഈ രണ്ടിൽ നിന്നും നാം ഭക്ഷിച്ചില്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മറ്റ് വൃക്ഷലതാദികൾ ഏദൻ പൂങ്കാവനത്തിൽ ധാരാളമുണ്ടായിരുന്നു. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും ആപ്പിൾ വൃക്ഷവും ഏവം ദൃഷ്ടിക്ക് രമ്യങ്ങളും ഭക്ഷ്യതങ്ങളുമായ വൃക്ഷകുൽമാദികളാൽ അക്ഷയമായ കാന്തി വിലസുന്ന ആരാമത്തിൽ അവരെ ഇഷ്ടം പോലെ അതൊക്കെ ഭക്ഷിച്ചു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയിലുള്ള എല്ലാം ഭക്ഷിക്കാം, ജീവൻ്റെ വൃക്ഷം ഉൾപ്പെടെയുള്ള എല്ലാത്തിൽ നിന്നും ഇഷ്ടം പോലെ നിങ്ങൾ ഭക്ഷിക്കണം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിൽ മാത്രം കയറി കൈവച്ചേക്കരുത്, അടുക്കരുത്, ചെല്ലരുത്, അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും അരുത്, ചിമുക്കരുത്. തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുമെന്ന് ഭയപ്പെടുത്തുന്ന കല്ലേ പിളർത്തുന്ന ഒരു കൽപ്പന ദൈവം ആദമിനും അവയ്ക്കും കൊടുത്തു. അത് ശിരസാ വഹിച്ചുകൊണ്ട് അവർ ജീവിച്ചത്രയും കാലം ദൈവത്തോടുകൂടെ അവർ സഞ്ചരിച്ചു. അവർക്ക് ലജ്ജ എന്ന് പറയുന്നൊരു കാര്യമേ ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാം. ലജ്ജയാണ് ലോകത്തിൻ്റെ പ്രശ്നം. ലജ്ജ എന്ന് പറയുന്നത് സെക്സിനാണല്ലോ. ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. അവിടെ ശരീരത്തിലേക്ക് വിഷലിപ്തമായിരിക്കുന്ന ഈ ഫലാസ്വാദനം പാഞ്ഞു കയറി അതിൻ്റെ സത്ത് അവിടെ സിരകളിൽ പാഞ്ഞതിൻ്റെ ഫലമായി അവർ കാമാതുരരായി തീർന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം സാത്താൻ തുരങ്കം വെച്ചു. ഇതാർക്കാണ് മനസ്സിലാക്കുവാൻ പ്രയാസം? ആർക്കും പ്രയാസമല്ല. ദൈവം അവരെ ആട്ടി അവിടെ നിന്ന് പുറത്താക്കുകയാണ്. പിന്നെ